ശ്രീലക്ഷ്മിയുടെ നമ്മുടെ ഈ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യത്തിലാണ് മഹാത്മാ അയ്യങ്കാളി ലോകത്തിലെ ആദ്യത്തെ കാർഷിക സമരം നടത്തുന്നത്. ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും നമ്മുടെ നവോത്ഥാന നായകരൊക്കെ തന്നെ അക്ഷരത്തിന് വേണ്ടി പോരാടിയവരാണ്. അപ്പോൾ അക്ഷരം അല്ലെങ്കിൽ അറിവ് നമ്മളെ വിമോചിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പോൾ വിശേഷിച്ചും ഇടതു സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രാൻറ്റ് ബോധപൂർവ്വം നിഷേധിക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ വളരെ പ്രബലമാണ്. ഈ ഒരുപാട് എസ് സംഘടനകൾ ഈ ഗ്രാൻറ്റ് നിഷേധത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ വിമോചന പ്രക്രിയ അല്ലെങ്കിൽ ഭാവി തലമുറയെ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് യഥാർത്ഥ ഇടതു സർക്കാരിൽ നിന്ന് വന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അത്രത്തോളം ഈ ഗ്രാൻറ്റ് വൈകിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് ബോധപൂർവ്വം സംഭവിച്ച ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ സർക്കാരിൽ ഇതിൻ്റെ നയപരിപാടികളും ഭരണ നടപടികളൊക്കെ നിശ്ചയിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന മുന്നോക്ക മന്ത്രിമാരാണ്. അതായത് മന്ത്രിസഭയിൽ പകുതി മുന്നോക്ക വിഭാഗങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഗ്രാൻറ്റ് നിഷേധം ബോധപൂർവം നടത്തിയൊരു സംഗതിയായിട്ടാണ് പലരും ആരോപിക്കുന്നത്. വസ്തുതാപരമായിട്ട് അത് ശരിയാണോ? എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇപ്പോൾ ഈ ഗ്രാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവകാശമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇതുപോലെ ഈ ഗ്രാൻറ്റിന് വേണ്ടി ഞാൻ തന്നെ ഇവിടെ ഈ ഒരു 10 വർഷത്തിനിടയിൽ എത്രയോ വട്ടം സെക്രട്ടേറിയറ്റ് സമരത്തിന് പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ ഇവർ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു പകുതി വഴിക്ക് വെച്ച് പഠനം ഉപേക്ഷിച്ച് പോകണ നിലയാണ് ഈ ഗ്രാൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഉണ്ടാകുന്നത്. അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓരോ സെമസ്റ്റർ എക്സാം അതിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഇവർ ഈ ഗ്രാൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഗ്രാൻറ്റ് കിട്ടില്ല. ഇതിപ്പം ഈ ഗ്രാൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തന്നെ പറയുന്നത് തന്നെ ഒരു പ്രോസസ്സാണ്. നമ്മൾ അറ്റൻഡൻസ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ ഹെഡ് ഇത് സാക്ഷ്യപ്പെടുത്തണം. അതൊരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ട് നമ്മൾ അതവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഈ ക്ലറിക്കലായിട്ടുള്ള പെൻഡിങ് നമ്മുടെ കാണിക്കും. അപ്പം ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് SC ഡിപ്പാർട്ട്മെന്റിൽ പോകും, സാങ്കേതിക കുരുക്കളെന്ന്. എന്നിട്ട് ഇത് എല്ലാം പാസ്സായി വന്നാൽ പിന്നെ പൈസ കിട്ടത്തില്ല. അപ്പം ഇത് വിദ്യാർത്ഥികളെ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തിലേക്കാണ് തള്ളിവിടുന്നത്. അപ്പം ഇത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. കാരണം അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാർ വിദ്യാഭ്യാസം നേടാൻ പാടില്ലെന്നും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും. അതായത് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അവെയർ ആണോ എന്ന്. ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവെയർ ആണോ എന്ന്. അപ്പം ഇത് എങ്ങനെ ഈ പാർട്ടി ഒക്കെ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് CPM പാർട്ടി വർക്ക് ചെയ്യുന്ന ഒരു ട്രൈബ് സ്വഭാവത്തിലാണ്. അതായത് എങ്ങനെയാണ് ഒരു റിലീജിയൻ വർക്ക് ചെയ്യുന്നത് അതേപോലത്തെ ഒരു ട്രൈബ് സ്വഭാവത്തിലാണ് CPM പാർട്ടി വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് അതിൻ്റെതായ പ്രത്യേക റൂളുകളുണ്ട്. അവരെ ആരും വിമർശിക്കാൻ പാടില്ല, വിമർശിക്കുവാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് വിമർശിക്കണം, ഇങ്ങനെയുള്ള റൂളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആ പാർട്ടി സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ഒരുപാട് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഉള്ളത്. പക്ഷെ അവരെല്ലാം ട്രൈബൽ മൈൻഡ് സെറ്റിലാണ്. അതായത് ഈ CPM ആശയങ്ങൾ, അതായത് നമ്മളുടെ രാജാവ് പറയുന്നത് എന്താണോ അതാണ് ശരി. അപ്പം അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് മാറി ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ വരണം. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കിട്ടണ്ട, നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി എന്നുള്ളൊരു ലോജിക്കാണ് അവിടെ വർക്കാവുന്നത്. അതുകൊണ്ട് ഈ ഗ്രാൻറ്റ് കൊടുക്കാതിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട പൈസ കൊടുക്കുന്നില്ല. പക്ഷെ ഇവർക്ക് കാറ് മേടിക്കാനും പുതിയതായിട്ട് ഈ സർക്കാരിന് കാറുകൾ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ അയ്യപ്പ സംഗമം നടത്താനും പൈസയുണ്ട്. അയ്യപ്പ സംഗമം ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവില് പിണറായി വിജയനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത്. അപ്പം കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുവാണ് എനക്കത് അറിയില്ല. അപ്പം അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റി ചോദ്യം ചോദിക്കുമ്പം അതറിയില്ല. അപ്പം ഇത് തീവ്രമായി ഹിന്ദുത്വയുടെ ആശയമാണ്. ഹിന്ദുത്വ, അതായത് ഈ BJP-നെ ഫണ്ട് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുന്ന RSS ആണ്. RSSന്റെ മെയിൻ ആശയം എന്ന് പറയുന്നത് കാസ്റ്റ് ഹൈറാർക്കി അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. കാസ്റ്റ് ഹൈറാർക്കി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ലോവർ സ്ട്രാറ്റയിൽപ്പെട്ട ആളുകൾക്ക് എഡ്യൂക്കേഷൻ ലഭിക്കരുത്. അപ്പൊ എഡ്യൂക്കേഷൻ ലഭിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം
അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ ഒരു ലോജിക്കും ഇല്ലാത്ത അയ്യപ്പ സംഗമം നടത്താൻ പൈസ ഉണ്ടാവുകയും എന്നാൽ ബേസിക് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റാൻ വേണ്ടി പൈസ ഇല്ലാതാവുകയും മാറുന്നത്. അത് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്ത് ആവശ്യങ്ങൾ എടുത്തു നോക്കിയാലും അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ ഇത്തരം തൂർത്ത് മോഹൻലാലിന് പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടി മോഹൻലാലിന് അഭിമുഖം കൊടുക്കാൻ വേണ്ടി പൈസയുണ്ട്, മോഹൻലാലിനെ ആദരിക്കാൻ പൈസയുണ്ട്, മോഹൻലാലിന്റെ ആനക്കൊമ്പിന് വേണ്ടി ബാധിക്കും നമ്മള്. അപ്പൊ അതിനെല്ലാം പൈസയുണ്ട്. പക്ഷെ ഇത്തരമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് ഒരു കുട്ടിക്ക് അറിവ് നേടുന്നു. എന്നിട്ട് ഇവര് പറയും നമ്മൾ അറിവാണ് ആയുധം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാനിപ്പുലേറ്റിംഗ് ആണ് ഭയങ്കരം. അപ്പൊ ഈ നമ്മളൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രൈബ് മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് തരുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. നമുക്ക് എഡ്യൂക്കേഷൻ വേണം, പക്ഷെ ആ എഡ്യൂക്കേഷൻ ബേസിക് ആയിട്ട് ഡിനേ ചെയ്യുവാണ്. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ കയറിക്കോ, നിങ്ങൾ എൻറോൾ ചെയ്തോ, ഞങ്ങൾ സ്കൂളൊക്കെ ഉണ്ടാക്കി തരാം, പക്ഷെ കയറണം. അതുപോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാർ പഠിച്ചോ, നിങ്ങൾ എന്റെയൊക്കെ അവസ്ഥ 2 ഡിഗ്രി 2 PG എല്ലാം ഉണ്ട്, പക്ഷെ പഠിച്ചോ, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരില്ല. ജോലി തരണമെങ്കിൽ ഞങ്ങൾ എയ്ഡഡ് ആൾക്കാർ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കും, നായന്മാരുടെ ജോലി കൊടുക്കും. നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയും ജോലി തരത്തില്ല, PSCക്ക് വിടൂല. അപ്പം ഇത് കൃത്യമായിട്ടുള്ള എക്സ്ക്ലൂഷൻ തന്നെയാണ്. അതായത് നമ്മള് അയ്യങ്കാളി ആരെയാണോ ഓടിച്ചിട്ട് തല്ലിയത്, അല്ലെങ്കിൽ പഞ്ചമിയും കൊണ്ട് അയ്യങ്കാളി സ്കൂളിൽ കയറിയപ്പോൾ ആരാണോ സ്കൂൾ കത്തിച്ചത്, അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ അധികാര കസ്റ്റഡിയിൽ ഇരുന്ന് നമുക്ക് ഈ ഗ്രാൻഡ് നിഷേധിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി എങ്ങനെ ഫണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റും ഒരു പുരോഗമന സർക്കാർ? അതെ, ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ട മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഇപ്പൊ സ്കോളർഷിപ്പ് സൈറ്റുകളൊക്കെ ഡൗൺ ആവും. അങ്ങനെ ഇവര് എല്ലാം ടെക്നിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് മായ്ച്ചു കളയും. സത്യം പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ഒന്നുമല്ല, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ നമ്മൾ ഗവൺമെൻറ് അത് നിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ് ഒരാൾക്കും ഇനി ഈ ഗ്രാൻഡ് പെൻഡിങ് ഇല്ല എന്ന് കേളു പരസ്യമായിട്ട് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അനുഭവം, ഇപ്പോൾ നമ്മൾ 4 പേരെ എടുത്തു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി പറഞ്ഞ് കൃത്യമായിട്ട് ഇത് കിട്ടിയിട്ടില്ല. രജമുകുട്ട സാറിൻ്റെ മകന് കിട്ടിയില്ല എന്ന് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എൻ്റെ മകളും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ പൂർണ്ണമായിട്ട് ക്യാഷ് കിട്ടിയിട്ടില്ല. എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ മക്കൾക്കും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ LLBക്ക് പഠിക്കുമ്പോഴത്തേക്ക് അവൻ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം 40,000 എൻ്റെ കെട്ടിവെച്ചാലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 40,000 കൊടുത്താണ് ആ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിച്ചത്. അപ്പൊ ഇതൊക്കെ അതാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ ചാരിറ്റി ഓർഗനൈസേഷനിലൊക്കെ ഈ ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികൾ, ഇതെനിക്ക് പേഴ്സണൽ ആയിട്ടുണ്ടായ അനുഭവമാണ്. എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പൈസ ഇല്ല ചേച്ചി എങ്ങനെയെങ്കിലും സഹായിക്കണം, ഈ ഗ്രാൻഡ് വന്നില്ല. അപ്പൊ നമ്മൾ കുറെ ഈ ഗ്രാൻഡിന് വേണ്ടി കുറെ ഓടി നടന്നു ഇവിടെ ട്രിവാൻഡ്രത്തായതുകൊണ്ട്. പക്ഷെ എന്നിട്ട് രക്ഷയില്ല. അപ്പൊ എന്താ ചെയ്യുക, നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഇതുപോലെ ചാരിറ്റി ഓർഗനൈസേഷൻസും ഇതുപോലത്തെ ഓർഗനൈസേഷൻസിന് പോയി അപ്രോച്ച് ചെയ്ത് അവരാണ് എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഫണ്ട് അടയ്ക്കുന്നത്. അപ്പൊ അതല്ലല്ലോ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഒരു ഡ്യൂട്ടി അല്ലല്ലോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫണ്ട് മുടക്കുക എന്നുള്ളത്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ലേ, നമ്മൾ അതിനല്ലേ ടാക്സ് ഒക്കെ പേ ചെയ്യുന്നത്.